ഇത് ഭയന്നിട്ടാണ് പോയിരുന്നത്. വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ ഭീഷണി മുഴക്കി. അരെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് നിങ്ങളെയൊക്കെ എല്ലാം കൊല്ലും, നീ ചത്തി കിടന്നാലേ മറ്റുള്ളവരെ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് പേടിച്ചിട്ടേ പോയി. ഇനിയിപ്പം എങ്ങോട്ടാണ് താമസം മാറ്റുന്നത്? ഒരു വഴിയില്ല, രണ്ട് പെൺമക്കള് എടുത്ത് പോകാൻ വഴിയില്ല. തിരിച്ചു തിരുവനന്തപുരം കണിയാപുരം ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഇന്ന് രാവിലെ വലിയ ഒരു തീപിടുത്തമുണ്ടായി. ആദ്യം കരുതിയിരുന്നത് ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടമാണ് ഉണ്ടായത് എന്നുള്ള കാര്യമായിരുന്നു. കാരണം ഉഗ്രശബ്ദം കേൾക്കുകയും പിന്നീട് വീടിനാകമാനം തീ പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് കാണാം വീടിന്റെ ഏതാണ്ട് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും തന്നെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. വീടിന്റെ തടി കൊണ്ടുണ്ടാക്കിയ കട്ടള അടക്കമുള്ള ഭാഗങ്ങൾ എല്ലാം തന്നെ കത്തി നശിച്ചു പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് കണിയാപുരത്താണ് ഈ വീട് ഉള്ളത്. അൻസി മൻസിൽ, അമീന ഷാജഹാൻ എന്നീ ദമ്പതികളുടെ വീട് ആണിത്. ഇവരും രണ്ട് പെൺമക്കളുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു സാധാരണ തീപിടുത്തമല്ല, തീ ഇട്ടതാണ് എന്നുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കുടുംബം ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അമീനയുടെ സഹോദരിയുടെ മകൻ അയാൾ ഈ വീട്ടിലേക്ക് വരികയും ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും ഇന്നലെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. ഇത് ഭയന്നിട്ടാണ് പോയിരുന്നത്. വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ ഭീഷണി മുഴക്കി. അരെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് നിങ്ങളെയൊക്കെ എല്ലാം കൊല്ലും, നീ ചത്തി കിടന്നാലേ മറ്റുള്ളവരെ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് പേടിച്ചിട്ടേ പോയി. എളുപ്പകാലം 4 മണി അയൽവക്കക്കാരെ വിളിച്ചിട്ട് പറയണത് ഗ്യാസ് വീട് കത്തുന്നു എന്നിങ്ങനെ പറഞ്ഞ് വീട് മൊത്തത്തിൽ കത്തുന്നു ആണ് സംഭവിച്ചത്. ഭയങ്കര ശല്യക്കാരനാണ്, ലഹരിക്ക് അടിമയാണ്. മുൻപ് ഇത്തരത്തിൽ വീട്ടിൽ വന്ന് പൈസ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ എന്തിനാ വന്ന പൈസ ചോദിച്ചു വന്നേ? പൈസ അവൻ്റെ ഉമ്മാരടുത്ത് പൈസ ഞങ്ങളടുത്തല്ല, അവൻ്റെ ഉമ്മാരെയൊന്ന് മാറ്റി തരണമെന്ന്. എൻ്റെ ഉമ്മ സുഖമില്ലാത്ത ഒരാളാണ്, വേറെ ദൂരസ്ഥലത്ത് ജോലി ഹോം നേഴ്സായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലെ പുള്ളിക്കാരി ഇത് നമ്മളടുത്ത് വരുമ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ പുള്ളിക്കാരി പൈസ ഞങ്ങളെ സേവ് ചെയ്യാനായിട്ട് പൈസ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കരുത്, ഞങ്ങൾക്കുള്ള വഴി ഞങ്ങളെ കണ്ടെത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട് അങ്ങനെ പൈസയ്ക്ക് വന്നിട്ട് 700 രൂപ അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പ് ഇതേപോലെ വന്ന് 700 രൂപയാണ് അവൻ കറക്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ പൈസ ചോദിക്കുന്നില്ല. 700 രൂപ എന്തായാലും 700 എനിക്ക് തന്നാലേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പം എങ്ങോട്ടാണ് താമസം മാറ്റുന്നത്? ഒരു വഴിയില്ല, രണ്ട് പെൺമക്കള് എടുത്ത് പോകാൻ വഴിയില്ല. തിരിച്ചു ഈ രണ്ട് പെൺമക്കളും ഹസ്ബൻഡുമാണോ? വല്ലാത്ത ഭർത്താവാണ്, വേറെ ആരുമില്ല. ഇയാൾ 28 വയസ്സുള്ള ആളാണ്. ഫൈസൽ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നിരന്തരമായി ഈ വീട്ടിൽ വരികയും പണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇന്നലെയും ഇയാൾ ഇവിടെ വന്നു 700 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കയ്യിൽ കൊടുക്കാൻ പണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പണം കൊടുത്തില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇയാൾ ഇവിടെ സൃഷ്ടിച്ചു. കൈയുടെ ഞരമ്പ് മുറിക്കുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെയും ചെയ്തു. പിന്നാലെ ഇവർ മംഗലപുരം പോലീസിനെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് ഇവിടെ എത്തിയപ്പോഴേക്കും ഇയാൾ വീടിന് തീ വെച്ച് നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. പിന്നാലെ തന്നെ അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ ഇത്തരത്തിലൊരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ വീട്ടുകാരോട് തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ പോലീസ് തന്നെ ആവശ്യപ്പെടുകയുമാണ് എന്തായാലും ചെയ്തത്. അങ്ങനെ ഇവർ തൊട്ടടുത്തുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി. ഇയാളെ പോലീസ് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ശേഷം വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം അയാളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അയാൾ ഇവിടെ എത്തി ഇത്തരത്തിൽ തീയിട്ടത് എന്നുള്ള കാര്യമാണ് കുടുംബം എന്തായാലും പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുടുംബം മംഗലപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇയാൾ ഈ വീടിന് തീയിട്ട ശേഷം പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മംഗലപുരം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഇയാൾക്കെതിരെയുള്ള നടപടി എന്നാണ് അറിയേണ്ടത്. കുടുംബം എന്തായാലും നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വലിയ സാമ്പത്തികമായി വലിയ ശേഷിയൊന്നുമില്ലാത്ത കുടുംബമാണ്. അവർ ഈ വീട്ടിൽ തന്നെ കഴിയുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട്, അച്ഛനും അമ്മയും 2 പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത അത്യാവശ്യം ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്ന ഒരു കുടുംബമാണ്. അവർക്കാണ് ഇത്തരത്തിൽ വലിയൊരു ദുരിതം എന്തായാലും വന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവരിവിടെ ഇല്ലായിരുന്നത് കൊണ്ട് വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. നിലവിൽ ഇപ്പോൾ അവർ ബന്ധുവിന്റെ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്.